ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു LDCയുടെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം SCRT ഭാഗത്തു നിന്ന് നല്ല ആഴത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മെജോറിറ്റി ചോദ്യങ്ങളും SCRT ഭാഗത്തു നിന്നാണ് ചോദിച്ചത്. 10ഓളം ചോദ്യം കൂടുതൽ എന്താണ് SCRT ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം SCRT ഭാഗത്തുള്ള പോയിന്റുകൾ പറഞ്ഞാണ് പോകുന്നത്. അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചെന്ത് ചെയ്യുക പോവുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതും കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം 10ാം ക്ലാസ്സിൽ സമാന്തര ശ്രേണി എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കണം ചോദ്യം. ആദ്യം പറഞ്ഞത് നോക്കൂ, പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര എന്നാണ് ചോദ്യം. അവിടെ പൊതുവ്യത്യാസം 6 തന്നിട്ടുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദം എത്ര 52 ആയാൽ 16ാം പദം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം 6 തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോൾ അത് D എന്ന് എടുക്കുകയാണടാ. D എന്ന് നമ്മള് 10ാം ക്ലാസ് പണ്ട് സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മിക്കവാറും. ഓക്കെ, അപ്പോ പൊതുവ്യത്യാസം 6 തന്നെ ഉണ്ട്. ഞാൻ എന്താ D ആയിട്ട് എടുത്തു. ഓക്കെ, ഇതിന് ചെറിയ എളുപ്പവഴിയുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, യൂഷ്വൽ മെത്തേഡ് ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പറഞ്ഞ സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദം 52 എന്നുണ്ട് ഇല്ലേ. 7ാം പദം 52 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാടാം, A പ്ലസ് RD. ഓക്കെ, A പ്ലസ് RD എത്ര 52 എന്നുണ്ട്. ഓർമ്മിക്കണേ, 7ാം പദമാണെങ്കിൽ A പ്ലസ് RD, 10ാം പദമാണെങ്കിൽ A പ്ലസ് 9D, 15ാം പദമാണെങ്കിൽ A പ്ലസ് 14D. ഒന്ന് കുറച്ചിട്ടങ്ങ് എഴുതുക. ഓക്കെ, 21ാം പദമാണെങ്കിൽ A പ്ലസ് 20D. ഒരു ഇക്വേഷൻ പഠിക്കാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, അവിടെ എത്രാമത്തെ പദമാണോ ഒന്ന് കുറച്ച് അത്ര D കൊടുക്കുക വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ 30ാം പദമാണെങ്കിൽ A പ്ലസ് 29D. അത്രേ ഉള്ളൂ. അപ്പോൾ 7ാം പദം എത്ര A പ്ലസ് RD എത്ര എന്നുണ്ട് 52 എന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ പൊതുവ്യത്യാസം എത്ര എന്നുണ്ട് 6 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാം A പ്ലസ് RD 6 ഇൻറ്റു 6. ഓക്കെ, 52. ഇനി A പ്ലസ് 6 ഇൻറ്റു 6 എത്ര 36 സമം 52. ക്ലിയർ ആണോ? A ഈക്വൽ ടു 52. ഈ പ്ലസ് 36 എന്ത് ചെയ്യാം നേരെ ഇപ്പുറത്ത് കൊണ്ടുവരാലോ. ഓക്കെ, ഈ പ്ലസ് 36 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും സമത്തിൽ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും മൈനസ് ആവും. അപ്പൊ 52 എന്ത് ചെയ്യാം 36 കുറയ്ക്കുക. അപ്പൊ A എത്ര കിട്ടി 52 36 കുറച്ച് എത്രടാ 16 അല്ലേ ഇല്ലേ 16. ഓക്കെ, 16. അപ്പോ ആദ്യ പദം എത്ര കിട്ടി 16 കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ 7ാം പദം എന്ന് പറയുമ്പോൾ A പ്ലസ് RD. ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, അവിടെ ഡിക്ക് വാല്യൂ കൊടുക്കുക 6 എന്ന് കൊടുക്കുക. ഓക്കെ, ഡിക്ക് വാല്യൂ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യ പദം 16 കിട്ടി. ഇനി എന്ത് ചെയ്യുക, അവിടെ 16ാം പദമാണ് ചോദിച്ചുള്ളൂ ഇല്ലേ. 16ാം പദം എന്ന് പറയുമ്പോൾ എന്തുവാ A പ്ലസ് എത്ര D ആയിരിക്കും പറ. A പ്ലസ് എത്ര D 15D ഇല്ലേ 15D. ഓക്കെ, അപ്പൊ A പ്ലസ് 15D ഇതാണ് 16ാം പദം ആണല്ലോ. വാല്യൂ എടുക്കാമല്ലോ. A എത്ര A 16 പ്ലസ് 15D എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു D എത്ര 6 ആണല്ലോ. ഈക്വൽ ടു 16 പ്ലസ് 15 ഇൻറ്റു 6 എത്ര 90 ഇല്ലേ. 15 ഇൻറ്റു 6 90. ഓക്കെ, നിങ്ങളിവിടെ ചെയ്യുമ്പോൾ ഈ 16ഉം 15 കൂട്ടി വെക്കരുതേ. 16ഉം 15 കൂട്ടിയിട്ട് പിന്നെ 6 കൊണ്ട് നിൽക്കരുത്. നമ്മൾ ബോട്ട് മാസ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഗുണിക്കാനുണ്ടെങ്കിൽ ഗുണിക്കണം ഇല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യേണ്ട ഓർമ്മ വേണം. ഓക്കെ, ബോട്ട് മാസ് പഠിച്ചോണ്ടേ ഓർമ്മ വേണേ. അപ്പോ അല്ലാതെ ചാടിക്കറി എന്ത് ചെയ്യരുത്, രണ്ടുകൂടെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഗുണിക്കാൻ നിൽക്കരുത് വേണ്ടല്ലോ. ഓക്കെ, അപ്പോ 15 ഇൻറ്റു 90 ആണ്. 90 പ്ലസ് എത്ര 16 ചെയ്യാം. ഓക്കെ, എത്ര കിട്ടും 106 എന്ന് കിട്ടും. ഇതാ നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി കിട്ടും. അപ്പം 7ാം പദം ഉണ്ട്. അല്ല എന്ത് ചെയ്യുക A പ്ലസ് RDയിൽ എന്ത് ചെയ്യുക ഡിയുടെ വാല്യൂ എടുത്ത് A കണ്ടുപിടിച്ചു ഇല്ലേ. 16ാം പദം ആണ് ചോദിച്ചുള്ളൂ. അപ്പൊ A പ്ലസ് 15D.
ക്ലിയർ ആണോ? അപ്പൊ എ പ്ലസ് 15 അവിടെ എക്ക് വാല്യൂ കൊടുക്കുക, ഡിക്കും വാല്യൂ കൊടുക്കുക. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇനി അതിന്റെ ഒരു എളുപ്പവഴി പറയാം. ഓക്കെ, നന്നാക്കി നേടാ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏഴാം പദം എത്രയെന്നുണ്ട്? 52 ഇല്ലേ? ഏഴാം പദം 52 ഓക്കെ, ഏഴാം പദം 52 അതായത് ഏഴാം പദം 52 നമുക്ക് വേണ്ട എത്രാമത്തേടാ? 16ആം പദം അല്ലേ? 16ആം പദമാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക. ഇപ്പം സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്ത് ചെയ്യും? ഒരു പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടിയായിരിക്കും എന്ത് അവിടെ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടിയാണ് ചെയ്യുന്നത് പോകുന്നത്. അപ്പോ ഏഴാം പദം 52 അങ്ങനെ 8ആം പദം എന്തായിരിക്കും അടുത്തത്? അടുത്ത് പൊതുവ്യത്യാസം എന്ത് ചെയ്യും? കൂട്ടും, ഒരു പ്രാവശ്യം കൂട്ടും. ഓക്കെ, അടുത്ത് 9ആം പദമാകുമ്പോഴോ പൊതുവ്യത്യാസം 2 പ്രാവശ്യം കൂട്ടും. ക്ലിയർ ആയോ? അങ്ങനെ പൊതുവ്യത്യാസം കൂട്ടിയാണ് അവിടെ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏഴാം പദം എന്നത് ഇവിടെ എന്തായി? ഇപ്പൊ 16ആം പദമായി ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ പൊതുവ്യത്യാസം എത്ര പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ഏഴാം പദത്തിൽ നിന്നും 16ആം പദമാവാനായിട്ട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. ഒന്നുമില്ല, സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? 16ൽ നിന്ന് 7 കുറച്ചാൽ മതി. എത്ര പ്രാവശ്യം ഇടാം? 9 പ്രാവശ്യം അല്ലെ? 9 പ്രാവശ്യം എന്തെങ്കിലും ഇടാം? 9 പ്രാവശ്യം അവിടെ പൊതുവ്യത്യാസം കൂട്ടിയിട്ടുണ്ട്. അതായത് ഏഴാം പദത്തിനോട് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നത്? നമുക്കിവിടെ 16ആം പദം കിട്ടുന്നത് ആണല്ലോ. അപ്പം 16ആം പദം കാണാനായിട്ട് അപ്പൊ എന്ത് ചെയ്യാൻ മതി? ഏഴാം പദത്തിനോട് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുക. ക്ലിയർ ആയോ? ഏഴാം പദത്തിനോടൊപ്പം 9 പ്രാവശ്യം ഡി കൂട്ടി പോകുമ്പോഴാണ് എന്താവുന്നത്? 16ആം പദം ആവുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏഴാം പദം 52 പ്ലസ് 9d. അപ്പോ 9 ഇൻറ്റു എത്ര? 9. 9 ഇൻറ്റു 9 എത്ര? 81 അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, എത്ര ഇട്ടൂടാ? സോറി, നമുക്ക് തെറ്റിയോടാ. ഏഴാം പദം 52 9. സോറി, ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം 6 അല്ലേടാ? സോറി, ഇവിടെ ഇപ്പം പൊതുവ്യത്യാസം 6 ആണേ. ഓക്കെ, 9 ഇൻറ്റു എത്ര? 6. സോറി കേട്ടോ. ഓക്കെ, അപ്പൊ 9 ഇൻറ്റു 6 എത്ര? 54 ഇല്ലേ? ഓക്കെ, 54 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 106 തന്നെ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പം ഏഴാം പദം അറിയാം. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഏഴാം പദം അറിയാം. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് 16ആം പദം കിട്ടാനായിട്ട് എന്ത് ചെയ്യാ? ഏഴാം പദത്തിനോടൊപ്പം 9 പ്രാവശ്യം ഡി കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 16ആം പദം കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇവിടെ 16ആം പദം കാണാൻ വേണ്ടി എന്ത് ചെയ്യാ? ഏഴാം പദത്തിനോടൊപ്പം 9 പ്രാവശ്യം ഡി എന്ത് ചെയ്യുക? അവിടെ കൂട്ടുക. ഓക്കെ, അപ്പൊ ഏഴാം പദം എത്ര? 52 പ്ലസ് 9 പ്രാവശ്യം ഡി എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു എത്ര? ഡി 6. അപ്പോ 52 പ്ലസ് 54 എത്ര കിട്ടി? 106 കിട്ടി. ഓക്കെ, ഇനി ഇപ്പൊ 16ആം പദം അറിയാം. ഇപ്പൊ 20ആം പദമാണ് ചോദിക്കുന്നത്. എങ്കിൽ എന്ത് ചെയ്യാ? 20 കാണാനായിട്ട് അവിടെ 16ആം പദം അറിയാം ഇല്ലേ? 16ആം പദം അറിയാം. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ 4 പ്രാവശ്യം അവിടെ എന്ത് ചെയ്യാ? ഡി കൂട്ടിയാ പോരെ ഇല്ലേ? 16 20 അവനായിട്ട് എന്ത് ചെയ്യാ? 4 പ്രാവശ്യം 4 സംഖ്യയിൽ ഉള്ളത്. അപ്പം 16ആം പദം അറിയാം. 20 എന്ത് ചെയ്യാ? 4 പ്രാവശ്യം ഡി കൂട്ടുക. ക്ലിയർ ആയോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ A20 കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഏഴാം പദം അറിയാലോ? ഏഴാം പദം അതിനോടും എത്ര പ്രാവശ്യം? അവിടെ ഏഴാം പദം അറിയാം. 13 പ്രാവശ്യം ഡി കൂട്ടിയാലും പോരെ ഇല്ലേ? 20 ആവാനായിട്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്കിവിടെ ചെയ്യാം. അപ്പൊ 15ആം പദം അറിയാം. അടുത്ത് 30ആം പദമാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം? 15 പ്രാവശ്യം ഡി കൂട്ടിയാൽ മാത്രം മതി അവിടെ. ഓക്കെ, അവിടെ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ 2 മെത്തേഡും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ചെയ്യാം. പറഞ്ഞല്ലോ. ഓക്കെ, തൊട്ട് മുമ്പ് പറയുന്നത് ഏഴാം പദം അറിയാം. അപ്പോൾ A പ്ലസ് 6D ആയിരുന്നു 52. ഡിക്ക് നമ്മൾ വാല്യൂ എടുത്ത് A കണ്ടുപിടിച്ചു ഇല്ലേ? അത് വെച്ച് എന്ത് ചെയ്യും? നമ്മള് A പ്ലസ് 15D അതാണ് 16ആം പദം, അത് കണ്ടുപിടിച്ചു ഇല്ലേ? ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് കൃത്യമായിട്ട് നോക്കി വെച്ച് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെയാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. ഏഴാം പദം 52 ആണെങ്കിൽ 16ആം പദം കാണാൻ വേണ്ടി 9 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി അതിനോട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ ആണോ? അപ്പൊ അടുത്ത ചോദ്യത്തിൽ പോവാം.
ഓക്കെ, അത് 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം വേറൊന്നുമില്ല, ഇപ്പൊ 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എന്നല്ല, അവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു സമ ബഹുഭുജത്തിന്റെ എന്ന് വരണമായിരുന്നു കേട്ടോ. 12 ഭുജങ്ങളുള്ള ഒരു സമബഹുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എന്ന് വന്നാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞല്ലോ, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സമബഹുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചുള്ളത്. ഇവിടെ നമുക്ക് 2 രീതി ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചോണേ. ഓക്കെ, 2 രീതി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത്, ഇവിടെ ഒരു അകക്കോണിന്റെ അളവാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാ? അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ എന്താ ഓർമ്മയുണ്ടോ? 8ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ചതാണ്. n-2 ഇൻറ്റു 180 എഴുതി വെച്ചോണം, കൃത്യമായി പഠിച്ചോണം. അകക്കോണുകളുടെ തുക n-2 ഇൻറ്റു 180. ഓക്കെ, അകക്കോണുകളുടെ തുക എന്താ? n-2 ഇൻറ്റു 180. കൃത്യമായിട്ട് പഠിച്ചോണം. ഇവിടെ 12 വശങ്ങളുണ്ട് ഇല്ലേ? 12 വശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം 12 - 2 ഇൻറ്റു 180 ആണല്ലോ. 12 - 2 എത്ര? 10. 10 ഇൻറ്റു 180 എത്ര? 1800 എന്ന് കിട്ടും. ഇതാ കിട്ടി. എത്ര? 1800. അകക്കോണുകളുടെ തുക എത്ര? 1800. ഇനി ഒരു അകക്കോണിന്റെ അളവ് കാണാനായിട്ട് എന്ത് ചെയ്യാം? ഒരു അകക്കോണിന്റെ അളവ് കാണാനായിട്ട് അകക്കോണുകളുടെ തുക 1800 ആണ് ഇല്ലേ? 1800 ആണ്. ഒരു കോണിന്റെ അളവ് കാണാനായിട്ട് അവിടെ ആകെ എത്ര കോണുണ്ട്? അവിടെ 12 വശമൊന്നും ഉണ്ട് അല്ലോ. 12 വശമാണെങ്കിൽ 12 കോണും ഉണ്ട് ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? അകക്കോണുകളുടെ തുക 1800 ആണ് അല്ലോ. മൊത്തം 12 കോണുണ്ട്. ഭാഗിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകിൽ വെട്ടിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഭാഗിക്കാം. ഞാൻ വെട്ടിച്ചാണ് 6 വെച്ച് വെട്ടാണെങ്കിൽ 12 എത്ര? 2 പ്രാവശ്യം. 18 9 പ്രാവശ്യം. ഓക്കെ, 2 0. 900 ബൈ സോറി ഓക്കെ 6 വെച്ച് നമ്മൾ വെട്ടുന്നത്. അപ്പം 12 2 പ്രാവശ്യം. 18 6 3 പ്രാവശ്യം. 300 7 മറക്കത്. ഓക്കെ, 300 300 പേര് എത്ര? 150 എന്ന് കിട്ടും. 150. ക്ലിയർ ആയോ? അപ്പോ അകക്കോണുകൾ തുക കാണാനായിട്ട് ഇക്വേഷൻ കൂടെ പറഞ്ഞ് പഠിച്ചു പോവുക. n-2 ഇൻറ്റു 180. n-2 ഇൻറ്റു 180 ആണല്ലോ. ആവശ്യം എന്ത് ചെയ്യാം? നമുക്ക് അകക്കോണുകൾ തുക കണ്ടുപിടിക്കാം. അവിടെ 12 കോണുണ്ട്. ഒരു കോണിന്റെ അളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ആ തുകയ എണ്ണം കൊണ്ട് ഭാഗിക്കാം. ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് എന്ന് പറയുന്നത് അവിടെ 2 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 2 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എഴുതി തന്നെ പഠിച്ചു പോവുക. കാരണം ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പോ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ആ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിരിക്കാം. ഓക്കെ, ആ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഏതൊരു ബഹുഭുജത്തിലും ബാക്കിയുടെ ഏതൊരു ബഹുഭുജത്തിലും അതിലെ പുറം കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ഏതൊരു ബഹുഭുജമായിരുന്നാലും അതിലെ പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ത്രികോണം അതാ 3 പുറം കോണുണ്ട്. ഓക്കെ, ഈ 3 കോണിന്റെയും തുക എത്രയായിരിക്കും? പുറത്തുള്ള ഈ 3 കോണിന്റെ തുക 360 ആയിരിക്കും. 360 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആവും? ത്രികോണം. ഇനി ഒരു പഞ്ചഭുജം വരച്ചാലും അത് തന്നെയാണ്. വരയ്ക്കുന്നേ. ഓക്കെ, ഇതേപോലെ അവിടെയും എന്ത് തന്നെയായിരിക്കും? ഈ പുറത്തെ കോണുകളുടെ തുക എത്ര തന്നെയായിരിക്കും? എപ്പോഴും 360. തുക പറഞ്ഞല്ലോ. ഈ പുറത്തെ കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പൊ എത്ര വലിയൊരു ബഹുഭുജമായിരുന്നാലും ഈ പുറം കോണുകളുടെ തുക എന്തായിരിക്കും? എപ്പോഴും 360 ആയിരിക്കും. ഒരു 100 വശമുള്ള ഒരു ബഹുഭുജം ഉണ്ടെന്ന് വിചാരിക്കുക. 100 വശങ്ങൾ അല്ലെങ്കിൽ 1000 വശങ്ങൾ. അവിടെയും പുറം കോണുകളുടെ തുക എന്ത് തന്നെയായിരിക്കും? എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയി? ഓക്കെ, അപ്പോൾ ഏതൊരു ഭുജമായിരുന്നാലും അല്ല പുറം കോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ഓക്കെ, ഇനി പറയുന്നത് നോക്കടാ. ഇപ്പോ ഏതൊരു ഭുജമായിരുന്നാലും അതിൽ ഒരു പുറം കോണിന്റെയും
ഒരു അകക്കോണിന്റെയും ഉണ്ടാവും. ഓക്കെ, ഒരു പുറം കോണിന്റെയും ഒരു അകക്കോണിന്റെയും അളവുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ? എന്തോടാ? ഒരു പുറം കോണിന്റെയും ഒരു അകക്കോണിന്റെയും അളവുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്തായിരിക്കും? ഒരു രേഖീയ ജോഡി ആയിരിക്കും. കേട്ടല്ലോ? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടോ? ഏതൊരു ബഹുജത്തിലും ഒരു അകക്കോണിന്റെയും ഒരു പുറം കോണിന്റെയും അളവുകളുടെ തുക എത്രയായിരിക്കും? 180 ആയിരിക്കും. കണ്ടല്ലോ? ഈ പഞ്ചഭുജം പറഞ്ഞാലും അതേപോലെ തന്നെ എന്ത് എവിടെ ഉണ്ടാ ഈ ഒരു കോണ് കൂട്ടുമ്പോൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 2 പോയിന്റാണ് പറഞ്ഞത്. ഏതൊരു ബഹുജത്തിലും അതിൽ പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു മൂല അകക്കോണിന്റെയും പുറം കോണിന്റെയും തുക എത്രയായിരിക്കും? 180 ആയിരിക്കും. പഠിച്ചു വെച്ചാൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ആവശ്യം വരും. 2 പോയിന്റ്. ഓക്കെ, ഈ 2 പോയിന്റ് ഓർത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ മറ്റേ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പുറത്തെ കോണുകളുടെ തുക എത്ര? 360 ഡിഗ്രി എന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം എത്ര കോണുണ്ടാ? മൊത്തം 12 കോണുണ്ട് ഇല്ലേ? 12 കോണുണ്ട്. ഓക്കെ, അപ്പൊ ഈ 12 കോണുണ്ട്. അപ്പൊ 12 പുറം കോണുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പുറം കോണ് കണ്ടുപിടിക്കാം. ഒരു പുറം കോണിന്റെ അളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തുക 360 ഡിഗ്രി അല്ലേ? ബൈ എത്ര ചെയ്താൽ മതി? 12 ചെയ്താൽ മതി. 36 12 3 പ്രാവശ്യം 30 ഡിഗ്രി കിട്ടും. കേട്ടല്ലോ? അപ്പൊ ഒരു പുറം കോണിന്റെ അളവ് എത്ര? 30 ഡിഗ്രി. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു അകക്കോണിന്റെ അളവ്, ഒരു അകക്കോണിന്റെയും പുറം കോണിന്റെയും അളവ് തുക എത്ര? 180 ഡിഗ്രി അല്ലേ? അപ്പോ ഒരു അകക്കോണിന്റെ അളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാൻ മതി? അപ്പോ 180 കുറച്ചാൽ പോരെ? 180 കുറച്ചാൽ മതി. എത്ര കിട്ടും? 150 കിട്ടും. ആ ഇക്വേഷനേക്കാളും കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. പറഞ്ഞത് നിങ്ങൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ ഇതാണ് കുറച്ച് എളുപ്പം എന്ന് പറയുന്നത്. കണ്ടല്ലോ? ഇക്വേഷൻ വേണ്ടി വരും നമുക്ക് അകക്കോണുകൾ തുക കണ്ടുപിടിക്കേണ്ട ഒരു എന്ത് ചെയ്യുക? ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പഠിക്കുക. ഈ 2 പോയിന്റ് പഠിക്കുക. ഏതൊരു ബഹുജം ആയിരുന്നാലും അല്ല പുറം കോണുകളുടെ തുക എത്ര? 360 ഡിഗ്രി. ഒരു മൂലയിലെ അകക്കോണിന്റെയും പുറം കോണിന്റെയും തുക 180 ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ, ഈ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യം വരും. അങ്ങനെ ഈ 2 രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പുറം കോൺ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് അകക്കോൺ കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോ അടുത്ത ചോദ്യം പോവാണ്. അടുത്തൊരു SID ചോദ്യമാണ്. നോക്കിയോ? ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? ഒരു കോണ് 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് 2 രീതി ചെയ്യാം. 2 പറയാമേ. ഒന്ന് ഇവിടെ ഞാൻ ഒരു മട്ടത്രികോണം വരച്ചു. കോണ് ഒരു കോണ് 90 ഡിഗ്രിയാണ്. മട്ടത്രികോണമാണ്. അപ്പൊ ഒരു കോൺ 90 ഡിഗ്രി ഇല്ലേ? ആണ്. അടുത്ത് ഒരു കോൺ എത്ര? 45 എന്നുണ്ട്. ആണല്ലോ, ഒരു കോൺ 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കടാ, ഈ മൂന്നാമത്തെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു കോൺ 90 ഡിഗ്രി എന്നല്ല, മൊത്തം 180 ആണുള്ളത് ഇല്ലേ? മൊത്തം 180 ഉണ്ട്. ആ 180 ഒരു കോൺ 90 ഡിഗ്രി ആയി. ബാക്കി എത്ര? 90 ഡിഗ്രി ഇല്ലേ? ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി ആണ്. മട്ടത്രികോണമായിട്ട് ഒരു കോൺ 90 ഡിഗ്രി അല്ലേ? അപ്പൊ 180 90 പോയി കഴിഞ്ഞാൽ ബാക്കി 90 ഡിഗ്രി ഉണ്ട്. ആ 90 ഡിഗ്രിയിൽ ഒരു കോൺ 45 ഡിഗ്രി എന്നറിയാം, തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആ 90 45 പോയാൽ ബാക്കി വീണ്ടും അവിടെ എത്രയേ ഉള്ളൂ? 45 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പൊ മറ്റേ കോണും എത്ര? 45 ഡിഗ്രി എന്ന് കിട്ടും. നോക്കടാ, ഇവിടെ 2 കോണ് തുല്യമാണ് തന്നെയല്ലോ. 45 ഡിഗ്രി 45 ഡിഗ്രി ഇതാണ്. അപ്പൊ 2 കോണ് തുല്യമാണല്ലോ. 2 കോണുകൾ തുല്യമായാൽ 2 വശങ്ങളും എന്തായിരിക്കും? അവിടെ തുല്യമായിരിക്കും. 2 കോണ് തുല്യമായാൽ 2 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ അത്തരം ത്രികോണത്തെ എന്തോ പേരിട്ട് വിളിക്കും? 2 വശങ്ങൾ തുല്യമാണെങ്കിൽ സമപാർശ്വ ത്രികോണം ഇല്ലേ? 2 വശങ്ങൾ തുല്യമായാൽ അല്ലെങ്കിൽ 2 കോണുകൾ തുല്യമായാൽ എന്തായിരിക്കും? സമപാർശ്വ ത്രികോണം ആണല്ലോ. ഇവിടെ ഒരു മട്ടത്രികോണം കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? സമപാർശ്വ മട്ടത്രികോണം. എന്തോടാ? സമപാർശ്വ മട്ടത്രികോണം. ക്ലിയർ ആണോ? 2 വശങ്ങൾ തുല്യം, 2 കോണും തുല്യം. ഇത് മട്ടത്രികോണമാണ് ആണല്ലോ. അപ്പൊ എന്താ? സമപാർശ്വ മട്ടത്രികോണം. ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ എന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 2 വശം തുല്യമല്ലേ? അപ്പൊ മറ്റേ വശം എന്തിനായിരിക്കും? 8 തന്നെയായിരിക്കും.
ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ കർണം കാണാനായിട്ട് എന്ത് ചെയ്യുക? കർണം സമം എന്തുവാ? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ, ഈക്വൽ ടു റൂട്ട് ഓഫ് പാദവും ലംബവും 8 ആണ്. അപ്പൊ 8ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ ഈക്വൽ ടു എത്ര? 64 പ്ലസ് 64 128 എന്ന് കിട്ടും ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് 128 ഘടകഗ്രഹം ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 8ന്റെ സ്കോർ അല്ലേ, നമുക്ക് അതിനെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ മാറ്റി ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ 2 × 8ന്റെ സ്കോർ അങ്ങ് എഴുതി നോടാ. 2 × 8ന്റെ സ്കോർ. ഓക്കെ, ചുമ്മാ നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല. 2 × 8ന്റെ സ്കോർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 128 കെട്ടിയിട്ട് എന്ത് ചെയ്യാം? അതിനെ മറ്റേ ഘടകഗ്രഹം ചെയ്ത് വീണ്ടും എഴുതുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 8ന്റെ സ്കോർ പ്ലസ് 8ന്റെ സ്കോർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 2 × 8ന്റെ സ്കോർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 64 പ്ലസ് 64 അല്ലേ, അപ്പൊ 2 × 64 എന്ന് കൊടുത്തൂടെ? കൊടുക്കാമല്ലോ, 2 × 64. ഓക്കെ, ഇവിടെ നോക്കടാ, 8ന്റെ സ്ക്വയർ. ഈ 8ന്റെ സ്ക്വയർ പിന്നെ റൂട്ട് കിടക്കല്ലേ ആണല്ലോ. 8ന്റെ സ്ക്വയർ റൂട്ട് കിടക്കുക. 8ന്റെ സ്ക്വയർ 64. പിന്നെ വീണ്ടും റൂട്ട് എടുത്താൽ എന്തിനെ കിട്ടും? 8 തന്നെ കിട്ടും. 8ന്റെ സ്കോർ ഉണ്ട്, വീണ്ടും റൂട്ട് എടുത്താൽ എന്തിനു കിട്ടും? 8 തന്നെ കിട്ടും ഇല്ലേ? 8. ആ മിച്ചം ഒരു 2 ഇല്ലേ, ആ 2 എന്ത് ചെയ്യുക? അവിടെ റൂട്ടിനകത്ത് കൊടുക്കുക. 8√2. ക്ലിയർ ആയോ? നിങ്ങളിപ്പം ഇപ്പൊ 8ന്റെ സ്കോർ കൂട്ടി 128 കിട്ടി. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ഘടകഗ്രഹം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ആണല്ലോ. 64, അടുത്ത് 32, 16, അടുത്തോ 8. ഇങ്ങനെ എന്ത് ചെയ്യാം? ഘടകഗ്രഹം ചെയ്തിട്ട് 4, 2, 1. ഓക്കെ, ഘടകഗ്രഹം ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഓരോ രണ്ടെണ്ണത്തിനും ഓരോന്ന് വെച്ച് ചെയ്താ 2 ഇൻറ്റു, അടുത്ത ഇവിടെ നിന്ന് ഒരു 2 എടുത്തു, 2, ഇവിടെ നിന്ന് 2 എടുത്ത് 4. മിച്ചമുള്ള ഈ 2 എന്ത് ചെയ്യുക? റൂട്ടിനകത്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി ഇന്ത്യ എന്ത് കിട്ടും? 8√2 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം എങ്ങനെയാണോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓർമ്മിക്കേണ്ടത് 45 ഡിഗ്രിയാണ് കോണ് ആണല്ലോ. അപ്പം രണ്ടാമത്തെ അല്ലെങ്കിൽ ഒരു കോണ് 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ കോണും എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി തന്നെയാണ് ആണല്ലോ. അപ്പം 2 കോണ് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സമപാർശ്വ മട്ട ത്രികോണം എന്ന് പറയാം. 2 വശം തുല്യമായിരിക്കും. ഒരു ലംബവശം 8 ആയതുകൊണ്ട് മറ്റൊന്ന് ഇപ്പൊ എത്രയാണ്? 8 തന്നെയാണ്. ആവശ്യം എന്ത് ചെയ്യാം? കർണം കണ്ടുപിടിക്കാം. ഇക്വേഷൻ കൊടുത്തിട്ട്. ഓക്കെ, ബാക്കി റൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഒരു രീതി. ഇത് അത്യാവശ്യം എല്ലാവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? എവിടെ കൂടെ അതായത് അത്യാവശ്യം അറിവുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മളെ SCRT ഒരു പോയിന്റ് ആണ്. SCRT പോയിന്റ് ആണ്. അതായത് നമ്മുടെ കോണുകള് 45, 45, 90 ഡിഗ്രി ആയാൽ, ഒന്ന് മാച്ചോട്ടെ, എന്തോടാ, മട്ട ത്രികോണത്തിന്റെ കോണുകള് 45 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ അതിന്റെ വശങ്ങളുടെ അംശം എന്തായിരിക്കും? 1:1:√2 ആയിരിക്കും. കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. 45, 45, 90 ആണ് കോണുകളെങ്കിൽ അവിടെ വശങ്ങളുടെ അംശം എന്തായിരിക്കും? 1:1:√2. ഓക്കെ, അതായത് 45 ഡിഗ്രിക്ക് എതിരെ എത്രയാണോ വരുന്നത് അതിന്റെ √2 മടങ്ങായിരിക്കും 90 ഡിഗ്രി അവിടെ. അത് കാരണം എന്തോടാ, 45 ഡിഗ്രിയുടെ അവിടെ എത്രയാണോ വരുന്നത് അതിന്റെ √2 മടങ്ങായിരിക്കും എന്തായിരിക്കും ഇവിടെ കർണത്തില്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം 3 വന്നൊന്ന് വിചാരിക്കാം. ഇവിടെ എത്ര തന്നെ വരും? 3 തന്നെ വരും. ഇവിടെ എന്ത് വരും? അതിന്റെ √2 മടങ്ങ് 3√2 വരും. ക്ലിയർ ആയോ? ഇവിടെ ഇപ്പോ 4 വന്നു എങ്കിലോ ഇവിടെയും 4 തന്നെ. ഇവിടെ എത്ര വരും? 4√2 വരും. ഇതാണ് അംശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു വശം 8 എന്നുണ്ടല്ലോ, ലംബവശം. അപ്പൊ ഇവിടെ 8, ഇവിടെയും 8 തന്നെ. ഇവിടെ ഇപ്പൊ എത്ര വരും? 8√2. ക്ലിയർ ആയോ? അപ്പൊ കർണം എത്ര? 8√2. ഇതാണ് എന്റെ കർണം. ഓക്കെ, ഓർമ്മിക്കാമല്ലോ. അതായത് 45 ഡിഗ്രിയുടെ അവിടെ എത്രയാണോ വരുന്നത് അതിനെന്ത് ചെയ്യുക? √2 കൊണ്ട് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുക? ഇപ്പുറത്ത് എഴുതാം. ക്ലിയർ ആയോ? ഇവിടെ ഇപ്പം വെറുതെ ഒരു അല്പോടെ ഒന്ന് കടുപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 8√2 എന്ന് വിചാരിച്ചോയെ, ഇവിടെയും 8√2 തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഈ 8√2ന്റെ √2 മടങ്ങ് √2 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻഡു ചെയ്യുക. അത്ര ഡീപ്പായിട്ടൊന്നും പോകാൻ സാധ്യത കുറവാണ് പറഞ്ഞല്ലോ. ഓക്കെ, അതായത് 45-നെതിരെ അല്ലെങ്കിൽ അംശം എന്തോ 1-നെതിരെ എത്ര വരുന്നോ അതിനെന്ത് ചെയ്യുക? √2 കൊണ്ട് ഗുണിച്ച്
90 നേർക്ക് എഴുതുക, അത്രേ ഉള്ളൂ. നേരെ തിരിച്ചായാലോ, അപ്പോ 90 നേർക്ക് എത്ര വരുന്നോ അതിനെന്ത് ചെയ്യുക, റൂട്ട് 2 കൊണ്ട് ഭാഗിച്ച് 1 നേർക്ക് എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, 1 നേർക്ക് അല്ലെ 45 ഡിഗ്രി കോണിനെതിരെ എത്ര വരുന്നോ റൂട്ട് 2 കൊണ്ട് ഇൻറ്റു 90 നേർക്ക് എഴുതുക. നേരെ തിരിച്ച് 90 നേർക്ക് എത്ര വരുന്നോ അതിനെന്ത് ചെയ്യുക, റൂട്ട് 2 കൊണ്ട് ഭാഗിച്ച് 1 നേർക്ക് എഴുതുക. ഓക്കെ ആണോ? ഈ റേഷ്യോ കൃത്യമായിട്ട് നോക്കി ചെയ്യാം, പറഞ്ഞല്ലോ. ഇനി ഒരു റേഷ്യോ കൂടെ ഉണ്ട്, അതോടെ ഒന്ന് പറയാം. അതായത് ഈ 45 90 1:1 റൂട്ട് 2 പറയുന്നത് പോലെ തന്നെ വേറൊരു അംശം എന്താണ് നോക്കിട്ടോണേ. 30 60 90 നമ്മൾ മാക്സിമം പോയിന്റ്സ് പറയാൻ നോക്കുന്നുണ്ട്, കണ്ടല്ലോ. ചിലപ്പോൾ ഈ വീഡിയോക്ക് അത്യാവശ്യം ലെന്ത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ 30 60 90 കോണുകളെങ്കിൽ കണ്ടല്ലോ, അവിടെ അംശം എന്താ 1:√3:2 ആയിരിക്കും കേട്ടോ. 1:√3:2 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. 10ലും 9ലും ഉണ്ട്, പറഞ്ഞല്ലോ. 9ലും 10ലും പഠിക്കാനുള്ളതാണ്. അപ്പോൾ 1:√3:2 ക്ലിയർ ആണോ? ഓക്കെ, അതായത് 30 ഇവിടെ ഇപ്പോ 8 വന്ന് വിചാരിക്കാം. അങ്ങനെ ഇവിടെ എന്ത് വരും, അതിന്റെ √3 മടങ്ങ് 8√3. ഇവിടെ 8ന്റെ 2 മടങ്ങ് എത്ര, 16. ക്ലിയർ ആയോ? ഇവിടെ ഇപ്പൊ 4 വന്നാലോ 4√3. ഇവിടെയോ 4ന്റെ 2 മടങ്ങ് എത്ര, 8. ഇവിടെ √3 മടങ്ങെടുക്കുക, ഇവിടെ 2 മടങ്ങെടുക്കുക. ഇവിടെ √3 മടങ്ങെടുക്കുക, ഇവിടെ 2 മടങ്ങെടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 റേഷ്യോ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചു പോവാ. ക്ലിയർ ആയോ? അടുത്ത ദിവസം പോയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, കേട്ട് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇട്ടേക്കുക, പറഞ്ഞല്ലോ. അടുത്ത്, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 വൃത്തകേന്ദ്രം 3,-4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യ ഏവ. അതായത് ഇതും 10ാം ക്ലാസ്സിൽ സൂചക സംഖ്യ എന്ന ചാപ്റ്ററിൽ ഉള്ളതാണ്. അത് മധ്യബിന്ദു ആയിട്ട് ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എളുപ്പവഴി കൂടെ എന്ത് ചെയ്യാം ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേഷൻ വെച്ച് പറഞ്ഞു പോവാം, എന്നിട്ട് എന്ത് ചെയ്യാം ആ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കാം. അപ്പോ അവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മധ്യബിന്ദു 10ാം ക്ലാസ് പഠിച്ച ഓർമ്മയുണ്ടോ? മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2/2 y1 + y2/2. ഓക്കെ, x1 + x2/2 y1 + y2/2. അതായത് 2 ബിന്ദുക്കള് ഒരു വര, അത് ഒരു പോയിന്റ് x1 y1, മറ്റൊരു പോയിന്റ് x2 y2. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടുക്കത്തെ പോയിന്റ് കാണാനായിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ എക്സ് സൂചക സംഖ്യ എന്ത് ചെയ്യാം, അവിടുത്തെ x1 x2 കൂട്ടുക, പാതി എടുക്കുക, y1 y2 കൂട്ടുക, പാതി എടുക്കുക, y കാണാനായിട്ട്. ക്ലിയർ ആവും? ഇതാണ് മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് ഇവിടെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു വൃത്തം, അത്ര ഭംഗിയൊന്നും കാണത്തില്ല. ഒരു വൃത്തം ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ വ്യാസമാണ്, ഇതിന്റെ കേന്ദ്രമാണ് നല്ലോ. അപ്പൊ വൃത്തത്തിന്റെ ഒരറ്റം 1,4 1,4. സോറി, വൃത്തത്തിന്റെ വ്യാസത്തിന് ഒരറ്റം 1,4 വൃത്ത കേന്ദ്രം എത്ര 3,-4 അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ മറ്റേ അറ്റമാണ് ചോദിച്ചുള്ളത്, ആണല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം, വ്യാസത്തിന്റെ മധ്യത്തിലുള്ള അല്ലെങ്കിൽ നടുക്കുള്ള പോയിന്റ് ആണ് ഇത് കേന്ദ്രം എന്ന് പറയുന്നത്, ഇല്ലേ? വ്യാസം എന്ന് പറയുമ്പോൾ വൃത്ത കേന്ദ്രത്തിലൂടെ പോകുന്ന ഏറ്റവും വലിയ വരയാണ്, ഇല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് ഏത്? കേന്ദ്രം. അത് ആദ്യം ആലോചിക്കാം. വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് കേന്ദ്രം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? കേന്ദ്രമുണ്ട്, ഇല്ലേ? കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ ആണെന്ത്? ഈ 3-4. അതായത് മധ്യബിന്ദു അവിടെ തന്നിട്ടുണ്ട്. മധ്യബിന്ദു ഉണ്ട്, ഒരു പോയിന്റ് കൂടെ ഉണ്ട് അവിടെ, 1,4. ഓക്കെ, നമുക്ക് വേണ്ടത് മറ്റേ പോയിന്റ് ആണ് വേണ്ടത്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ x1 y1, ഇത് x1 y1 ആണെന്ന് വിചാരിക്കുക, x1 y1 ആണെന്ന് വിചാരിക്കാം. മധ്യബിന്ദു നമുക്ക് വേണ്ടത് x2 y2 ആണ് വേണ്ടത്. ക്ലിയർ ആയോ? മധ്യബിന്ദു തന്നിട്ടുണ്ട്, അതേപോലെ എന്തുകൊണ്ട് ഒരു ബിന്ദു തന്നിട്ടുണ്ട്. അതിപ്പോ x1 y1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റേ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. നോക്കിയാണേ, മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ കൊടുക്കാം. മധ്യബിന്ദുവിന്റെ അപ്പൊ x1 ഉണ്ടല്ലോ, എത്ര x1 എത്ര 1 അല്ലോ.
അപ്പോൾ 1 + x2 അറിയത്തില്ല, നമുക്ക് അതുപോലെ തന്നെ കൊടുക്കണം x2/2 കോമ അടുത്ത് y1 എത്ര, y1 4 അല്ലേ, 4, അപ്പൊ 4 + y2 അറിയത്തില്ല, അതുപോലെ /2 സമം മധ്യബിന്ദു എത്രയെന്ന് ഉണ്ട് അവിടെ 3, -4 ഉണ്ട്, 3, -4 ഉണ്ട്, കൊടുക്കാലോ. ഇനി എന്ത് ചെയ്യടാ, ഇവിടുത്തെ എക്സ് സൂചക സംഖ്യയും ഇവിടുത്തെ എക്സ് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ എക്സ് എത്ര 1 + x2/2 അല്ലേ, സമം എത്രയായിരിക്കും, ഇവിടുത്തെ 3 ആയിരിക്കും, 3. ഓക്കെ, അതിന് 1 + x2 = നമുക്ക് എന്ത് പറയാം, ഈ /2 എന്ത് ചെയ്യാം, നേരെ ക്രോസ് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, 2 × 3 6 എന്നാവും, 6. ഓക്കെ, ഇനിയോ x2 = 6, ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താ അവിടെ, 1 ഇപ്പുറത്ത് വരുമ്പോൾ -1 ഇല്ലേ, 6 - 1 എത്ര കിട്ടും, 5 എന്ന് കിട്ടും, 5. ക്ലിയർ ആയോ? അപ്പോ x2 കിട്ടി. ഇനി ഇവിടെ 5, അതായത് എക്സിന്റെ ടൈം 5 വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ, സി എന്ന ഓപ്ഷനേ ഉള്ളൂ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് ആൻസറിലോട്ട് എത്താം. ഞാൻ എന്ത് ചെയ്യണം, ആ y കണ്ടുപിടിക്കുന്നതോടെ പറയണേ. അവിടെ ആ y-യുടേത് 4 + y2 അല്ലേ, 4 + y2/2 = എത്ര, -4 കൊടുക്കുക. ഓക്കെ, ഇവിടുത്തെ y2 ക്ലിയർ ആയോ? y-യുടെ ടൈം നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അത് 4 + y2 സമം, ഇവിടെ എന്ത് ചെയ്യാം, ഈ 2 നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഇൻറ്റു ആവുമല്ലോ, 2 × -4 -8. ഇനി y2 സമം -8 ഉണ്ട്, ഈ 4 എന്ത് ചെയ്യാ, ഈ 4 നേരെ അപ്പുറത്ത് കൊണ്ടുപോകും, അപ്പൊ എന്താ -4, 4 നേരെ അപ്പുറത്തുകൊണ്ട് -4 സമയം എത്ര കിട്ടും, -8 -4. ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, -12. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ മധ്യബിന്ദുവിന്റെ ഇക്വേഷൻ അറിയാം, എന്ത്, x1 + x2/2 y1 + y2/2 ആണല്ലോ. അതില് ഒരു വ്യാസത്തിന് ഒരറ്റം, അതായത് ആ വരുടെ ഒരറ്റം ഉണ്ട് നല്ലോ, 1, 4. അത് എന്ത് ചെയ്യുക, x1 y1 ആയിട്ട് എടുക്കുക, x1 y1 ആയിട്ട് എടുക്കുക. ഓക്കെ, വൃത്തകേന്ദ്രം, അതായത് മധ്യമൊന്നും തന്നെ ഉണ്ട്, മറ്റേ അറ്റമാണ് വേണ്ടത്, അതായത് x2 y2 ആണ് വേണ്ടത്. ഇവിടെ മധ്യം ഒന്നും തന്നിട്ടുണ്ട്. ഓക്കെ, മറ്റേ അറ്റമാണ് വേണ്ടത്, അപ്പൊ എന്ത് ചെയ്യുക, അത് x2 y2 ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ബാക്കി എന്ത് ചെയ്യുക, ആ വാല്യൂസ് കൊടുക്കുക. x1ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, x1ന് പകരം എന്ന് കൊടുക്കുക, 1 കൊടുത്ത് x2 അതുപോലെ എഴുതി /2, അതേപോലെ y1 4 കൊടുത്ത് 4 + y2/2 എഴുതി = മധ്യം ഒന്നും കൊടുത്ത്. ഇനി എന്ത് ചെയ്യാം, എക്സിന്റെ ടൈം നമുക്ക് ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ 1 + x2/2 1 + x2/2 എഴുതി =3 എടുത്തു, സോൾവ് ചെയ്ത് എന്ത് ചെയ്യുക, x1 എടുക്കുക. അതിൽ y-യുടെ ടൈം 4 + y2/2 ആണ്, -4 എടുത്ത് അവിടെ എന്ത് ചെയ്യുക, y കണ്ടുപിടിക്കുക. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എളുപ്പമായി പറഞ്ഞുതരാം, നോക്കടാ. അതായത് ഈ മധ്യം കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇക്വേഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് തമ്മിൽ കൂട്ടുക, പാതി എടുക്കുക, പറഞ്ഞല്ലോ. എക്സ് തമ്മിൽ കൂട്ടുക, പാതി എടുക്കുക, y തമ്മിൽ കൂട്ടുക, പാതി എടുക്കുക. അങ്ങനെയെങ്കിലും ഓർമ്മിച്ച് വെച്ച് ചെയ്യാം, പറഞ്ഞല്ലോ. മധ്യമൊന്ന് കാണാനായിട്ട് എന്ത് ചെയ്യുക, എക്സ് തമ്മിൽ കൂട്ടുക, പാതി എടുക്കുക. ഒരു സൂചക സംഖ്യയിൽ, അവിടെ ഓർമ്മിച്ച് വേണേ, ഒരു സൂചക സംഖ്യയിൽ എപ്പോഴും ആദ്യത്തത് എക്സ്, രണ്ടാമത്തത് y ആണ് കേട്ടോ. എന്തോ, ആദ്യത്തെ എക്സ്, രണ്ടാമത്തെ y ആണ്. അവിടെ ഓർമ്മിച്ച് വേണേ, ഒരു സൂചക സംഖ്യകളിൽ ആദ്യത്തെ എക്സ്, രണ്ടാമത്തെ y ആണ്, ഓർമ്മിക്കാം. ഇനി എളുപ്പമായി നോക്കിയോ, അത് മധ്യബിന്ദു ഉണ്ട്, ഒരു പോയിന്റ് നിന്നിട്ട് മറ്റേതാണ് ചോദിക്കുന്നത്, മറ്റേ പോയിന്റ്. എന്താ, മധ്യബിന്ദു തന്നിരിക്കും, ഒരു പോയിന്റ് തന്നിരിക്കും, മറ്റേ ബിന്ദുവാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ആ മധ്യബിന്ദുവിന്റെ ഇരട്ടി എടുക്കുക. എന്തോ, മധ്യബിന്ദുവിന്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പൊ 3 - 4 അല്ലേ, 3 - 4 അല്ലേ. ഓക്കെ, ആദ്യം എക്സ് കണ്ടുപിടിക്കാനാണ്, എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 3ന്റെ ഇരട്ടി എടുക്കുക, എത്ര, 6. അതിൽ നിന്ന് മറ്റേതെന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഓക്കെ, അതൊന്ന് കുറയ്ക്കുക. 2 × 3 6, 6 - 1 5 എന്ന് കിട്ടും. ഓക്കെ, y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഇതേപോലെ y കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇതേപോലെ 2 × y-യുടെ ടൈം -4, അതായത് ഓക്കെ, മൈനസ് എത്ര, ഇവിടുത്തെ 4 അല്ലേ, -4.
2 ഇൻറ്റു -4 -8 -4 എത്ര കിട്ടും? -12. എളുപ്പമല്ലേ? ഐക്യൂഷൻ അത്രയും ചെയ്യുന്നതിനേക്കാളും എന്ത് ചെയ്യാം? മധ്യബിന്ദുവിന്റെ ഇരട്ടി എടുക്കുക, മറ്റേ പോയിന്റ് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. മധ്യബിന്ദുവിന്റെ ഇരട്ടി എടുക്കുക, പോയിന്റ് കുറയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? അതായത് മധ്യബിന്ദുവിന്റെ ഇരട്ടി എടുക്കുക. എത്ര? ആദ്യത്തെ എക്സ് അല്ലേ? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 3 ആണ്. അപ്പൊ 2 ഇൻറ്റു 3 6 അല്ലേ? മൈനസ് മറ്റേ പോയിന്റ് എത്ര? 1 4 അല്ലേ? 1 കുറയ്ക്കുക. 6 - 1 5. അടുത്ത് 2 ഇൻറ്റു ഒയിടത് -4 മൈനസ് ഇവിടുത്തെ ഒയ് എത്ര? 4. അപ്പോ -8 -4 എത്ര കിട്ടും? -12. എളുപ്പമല്ലേ? അപ്പൊ ഇക്വേഷൻ വേണ്ട, ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. മദ്യം തന്നിരിക്കും, ഒരു പോയിന്റ് തന്നിരിക്കും, കണ്ടോ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, എളുപ്പമല്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണേ കേട്ടോ. ആ മദ്യത്തിന്റെ ഇക്വേഷൻ പഠിക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാനുള്ള ഈ ഒരു രീതിയോട് എന്ത് ചെയ്യാം, നോക്കി വെച്ച് ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, അടുത്തോട്ട് പോവാം. അടുത്ത് നമ്മളെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിച്ചു വരാനുള്ള ചോദ്യമാണ്. ഓക്കെ, പണ്ട് തൊട്ടേ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവർക്കും എന്ത് ചെയ്യാം, അറിയായിരിക്കും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ച വെച്ച് ചെയ്യാം, കണ്ടല്ലോ. മിക്കവർക്കും റിപ്പീറ്റ് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഒരു അതിവർഷത്തില് 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പൊ ഓർമ്മിക്കുക, 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഒരു നോർമൽ ഇയർ ആണെങ്കിൽ, അത് സാധാരണ വർഷമാണെങ്കിൽ അവിടെ ഏതൊരു ദിവസം വന്നാലും, ഒരു സാധാരണ വർഷത്തില് ഏതൊരു ദിവസം വരുന്നാലും 53 പ്രാവശ്യം വരുന്നത് വരാനുള്ള സാധ്യത എന്താണ്? 1/7 ആണ്. സാധാരണ വർഷത്തില് ഏത് ദിവസം ചോദിച്ചാലും വേണല്ലോ, ഞായറോ തിങ്കളോ ചൊവ്വയോ ബുധനോ വ്യാഴോ വെള്ളിയോ ഏത് വന്നാലും 53 പ്രാവശ്യം വരാനുള്ള സാധ്യത 1/7 ആണ്. ഓക്കെ, ഇനി അതിവർഷമാണെങ്കിൽ എന്തായിരിക്കും? 2/7 ആയിരിക്കും. കണ്ടില്ല, 2/7. ഈ ചോദ്യം നമ്മുടെ ചാനലിൽ എന്തുണ്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞല്ലോ. ഓക്കെ, നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, പറഞ്ഞല്ലോ. അപ്പോ ഒരു അതിവർഷത്തില് 53 ഞായറാഴ്ച ഉണ്ടാകുന്ന സാധ്യത ചോദിച്ചുള്ളൂ. അപ്പൊ 2/7. നോർമൽ ഇയർ ആണ്, സാധാരണ വർഷമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? 1/7. ഓക്കെ ആണോ? അതായത് എങ്ങനെ വരുന്നൂടെ പറഞ്ഞു തരാമേ. അതായത് ഒരു സാധാരണ വർഷത്തില്, അതേത് പറയാം. സാധാരണ വർഷത്തില് നമുക്കറിയാം 365 ദിവസമുണ്ട് അല്ലേ? മൊത്തം 365 ദിവസങ്ങളുണ്ട് അല്ലോ. അത് നമുക്ക് 7 കൊണ്ട് ഭാഗിക്കുമ്പം എത്ര ആവശ്യമുണ്ടെന്ന് കിട്ടും. 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര ആവശ്യമുണ്ടെന്ന് കിട്ടും. അതായത് 52 ആഴ്ചകളുണ്ട് കേട്ടോ. എന്താ? 52 ആഴ്ചകളുണ്ട്. മിച്ചം ഒരു ദിവസം കൂടെ കാണും കേട്ടോ. നിങ്ങൾ ഭാഗിച്ച് നോക്കിയാൽ മതി. 365 7 കൊണ്ട് ഭാഗിച്ചാൽ മതി. 52 പ്രാവശ്യം പോവും, അവിടെ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും കേട്ടല്ലോ. അപ്പൊ മൊത്തം 365 ദിവസമുണ്ട്, 52 ആഴ്ചയുണ്ട്, മിച്ചം ഒരു ദിവസമുണ്ട് ആണല്ലോ. അപ്പം ഏത് ദിവസം വന്നാലും 53 പ്രാവശ്യം പറഞ്ഞില്ലേ, അവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? 52 പ്രാവശ്യം എല്ലാ ആവശ്യവും വരും ഇല്ലേ? അത് ഞായർ തൊട്ട് ശനി വരെയുള്ള ഏത് ദിവസം എടുത്താലും 52 പ്രാവശ്യം ഉറപ്പായിട്ട് വരും ആണല്ലോ. അപ്പം മിച്ചമുള്ള ഈ ഒരു ദിവസം എന്തായിരിക്കും? ഈ ഞായർ തൊട്ട് ശനി വരെ മൊത്തം 7 ദിവസമില്ലേ? ഈ ഞായർ തൊട്ട് ശനി വരെ 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ വരുന്നത്. ലോജിക്ക് കിട്ടിയോ? 52 ആഴ്ച പൂർണ്ണമായിട്ടും, അതായത് 52 പ്രാവശ്യം എല്ലാ ദിവസവും എന്ത് ചെയ്യും? അവിടെ 52 പ്രാവശ്യം അവിടെ വരും. ഓക്കെ, അല്ലെ 52 ആഴ്ച എന്ത് ഉറപ്പായിട്ടും എല്ലാ ദിവസവും കാണും. ഞായറാഴ്ച ആയിരുന്നു, തിങ്കളാഴ്ച ആയിരുന്നു, ഏതായിരുന്നാലും 52 പ്രാവശ്യം അവിടെ വരും. എന്നാൽ മിച്ചമുള്ള ഒരു ദിവസം, ആ ഒരു ദിവസം ഞായർ തൊട്ട് ശനി വരെയുള്ള 7 ദിവസം ഉണ്ടല്ലോ, ഈ 7 ദിവസങ്ങളിൽ ഏതോണാവാം. അതുകൊണ്ടാണ് ഈ 53 ആഴ്ച വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/7 ആയത്. ക്ലിയർ ആയോ? മിച്ചമുള്ള ഒരു ദിവസം, ആഴ്ചയിലെ 7 ദിവസം ഉണ്ട്, ആ 7 എണ്ണത്തിൽ ഏത് വേണോ ആകാം. അതുകൊണ്ടാണ് 1/7 വന്നത്. പറഞ്ഞോ? അതായത് ഈ 52 ആഴ്ച പ്ലസ് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഞായറാവാം, തിങ്കളാവാം, ചൊവ്വയാവാം, ബുധനാവാം, വ്യാഴാവാം, വെള്ളിയാവാം, ശനിയാവാം. ആ 7 എണ്ണത്തിൽ ഏതോണാവാം. അതുകൊണ്ടാണ് 1/7 വന്നത്. ഇനി അതിവർഷം ആകുമ്പോഴോ, അതിവർഷം ആകുമ്പം 366 ദിവസമുണ്ട്, 52 ആഴ്ചയുണ്ട്, മിച്ചം എത്ര ദിവസം ഉണ്ടോ? 2 ദിവസം ഉണ്ട് കേട്ടോ, 2 ദിവസം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 2/7 വന്നത്. ഈ മിച്ചമുള്ള ഈ 2 ദിവസം എന്ന് പറയുമ്പോൾ എന്ത് വരാം? ഒന്നുകിൽ
ഞായർ തിങ്കൾ വരാം. അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ വരാം, അല്ലെങ്കിൽ ചൊവ്വ ബുധൻ, ഇത് രണ്ടും വരാം. ബുധൻ വ്യാഴം വരാം, വ്യാഴം വെള്ളി വരാം, വെള്ളി ശനി വരാം, ശനി ഞായർ. ഇങ്ങനെ ഏത് ഗുണമാവാം അല്ലേ? 2 ദിവസം എന്തായാലും അടുത്ത ദിവസമല്ലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 ദിവസം, മിച്ചുള്ള 2 ദിവസം എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒരു 2 ദിവസമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിവിടെ ഞായർ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? അവിടെ 2 പ്രാവശ്യം വരുന്നില്ലേ? 2 പ്രാവശ്യം. അതേപോലെ തിങ്കളും എന്ത് ചെയ്യും? ഇവിടെ 2 പ്രാവശ്യം വരും. തിങ്കളും 2 പ്രാവശ്യം വരും. അപ്പം അവിടെയും 53 ഞായറാഴ്ച ചോദിച്ചെങ്കിൽ അവിടെ സാധ്യത എത്രയാണ്? മൊത്തം 1, 2, 3, 4, 5, 6, 7 ഉണ്ട് അല്ലേ? 7 ഞായർ വരുന്നത് 2 പ്രാവശ്യമാണ്. 7 2 കിട്ടുമോ? ഇതൊന്നും ഓർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് കാണാൻ പഠിച്ചു ചെയ്യുക. സാധാരണ വർഷമാണെങ്കിൽ എത്ര? 53 ഞായറാഴ്ച അല്ലെങ്കിൽ 53 പ്രാവശ്യം വരാനുള്ള ഏത് ചോദിച്ചാലും എന്തായിരിക്കും? 1/7 ആയിരിക്കും. അതിവർഷമാണെങ്കിൽ 2/7 ആയിരിക്കും. ആ 2 വരുന്നത് ഇതേപോലെ ഈ ഒരു ഓർഡറാണ് പറഞ്ഞല്ലോ, ഈ ഒരു ഓർഡറിലാണ് വരുന്നത് കേട്ടല്ലോ. ഇത്രയും ദിവസം ഇങ്ങനെ എന്ത് ചെയ്യും? 2 ദിവസം ഏത് ഗുണമാവാം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഓർമ്മിക്കുക, എളുപ്പമാണ്. അടുത്തതും SCRT ചോദ്യം. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെ തുക 6 ആയാൽ സംഖ്യ എന്നാണ്. എന്തോ? ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏതെന്നാണ്. നോക്കാം. അവിടെ സംഖ്യ ഞാൻ ഇപ്പൊ എക്സ് എടുത്തിടാം. എക്സ് അതിന്റെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/x എന്ന് കൊടുക്കാം. വ്യുൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ കേട്ടല്ലോ, റെസിപ്രോക്കൽ. അത് നേരെ തിരിച്ചു ചെയ്യുന്നത് പറയല്ലോ, നേരെ തിരിച്ചു ചെയ്യുന്നത്. ഇപ്പൊ 2ന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം എന്തായിരിക്കും? 1/2 ആയിരിക്കും. 3ന്റെ 1/3 ആയിരിക്കും. കാരണം 2നെ നമുക്ക് എന്ത് ചെയ്യാം? 2/1 എന്ന് എഴുതാം പറഞ്ഞില്ല, 2/1 എന്ന് എഴുതാം. തിരിച്ചു ചെയ്യുമ്പോൾ 1/2. അപ്പൊ 2/3 അതിന്റെ വ്യുൽക്രമം എന്തായിരിക്കും? 3/2 ആയിരിക്കും കേട്ടല്ലോ. തിരിച്ചു എഴുതുന്നു കേട്ടല്ലോ. എന്നുള്ള സംഖ്യ വരുമ്പോൾ 1/8 അങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെ തുക എത്ര എന്നുണ്ട്? 6 എന്നുണ്ട് ആണല്ലോ. ഇനി ഞാൻ ഇവിടെ എക്സിന് ഒന്നുകൂടെ ഇട്ട് കൊടുത്തേ, ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും എടുത്ത്. ഇനി നോക്ക്, ഒന്ന് ക്രോസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം ഒന്ന് ക്രോസ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്താ? x² പ്ലസ്, ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 × 1 1 ബൈ, ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, 1 × x എത്ര? x ആണല്ലോ. ഓക്കെ, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയായിരിക്കും. അപ്പൊ ക്രോസ് ചെയ്യാം. ആദ്യം എപ്പോഴും എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലോ. എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ആദ്യം ചെയ്യാവേ. ഗവനിച്ചോണം. അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ, ഗവനിച്ചോണം. ഓക്കെ, ക്രോസ് ചെയ്യുക, ഈക്വൽ ടു 6. ഇനി x² പ്ലസ് 1 സമം ഈ എക്സിന് സമത്തിന് അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ ബൈ എക്സ് ആയിരുന്നു, അപ്പുറത്ത് എന്താവും? ഇൻറ്റു ആയി. ബൈ എക്സ് ആയിരുന്നു അപ്പുറത്ത് പോയപ്പോ ഇൻറ്റു ആയി, 6x. ഇനി x² പ്ലസ് 1 ഈ 6x സമത്തിന് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരെ. അപ്പൊ എന്താ? -6x സമം 0. ഒന്ന് ഓർഡർ ആക്കി എഴുതുക. x² -6x പ്ലസ് 1 സമം 0 കിട്ടോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കടാ. അതായത് നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ എന്താ? ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക എത്ര എന്നുണ്ട്? 6. അപ്പോ സംഖ്യ എക്സ് എന്ന് എടുത്തു. അതിന്റെ വ്യുൽക്രമത്തിന്റെ തുക, വ്യുൽക്രമം എന്ന് പറയുമ്പോൾ 1/x സമം 6 ആണല്ലോ. ഒന്ന് ക്രോസ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ എന്താ? ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാം. x × x x² പ്ലസ് അടുത്ത് ഇവിടെ ഇങ്ങോട്ട് 1 × 1 1 ബൈ താഴത്ത് 1 × x x സമം എത്ര? 6. ഇനി x² പ്ലസ് 1 സമം x കൊണ്ട് ഇങ്ങോട്ട് 6x ഇൻറ്റു ചെയ്തു. ഇനി എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് x², 6x ഇപ്പുറത്ത് വരുമ്പോൾ -6x പ്ലസ് 1 ഉണ്ട്, -6x എഴുതി സമം 0. ഇനി ഒന്ന് ഓർഡർ ആക്കി എഴുതാണ്. x²
മൈനസ് 6x പ്ലസ് 1 സമയം എത്ര 0. ഇപ്പൊ എന്ത് കിട്ടി? ഒരു രണ്ടാംകൃതി സമവാക്യം കിട്ടി. എന്തോ രണ്ടാംകൃതി സമവാക്യം കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യുന്നത് പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചു കാണും. ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ട്. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇക്വേഷൻ ആദ്യം കാണുമ്പോൾ ചെറിയൊരു ഇതൊക്കെ തോന്നും, പറഞ്ഞല്ലോ, പഠിച്ചു വെച്ചിരിക്കുക. ഇനി അങ്ങോട്ട് പരീക്ഷയിൽ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പറഞ്ഞല്ലോ, എക്സ് ഈക്വൽ ടു കണ്ണടച്ച് പറയാം, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഒരു 10 പ്രാവശ്യം പറഞ്ഞു പഠിക്കുക. ഓക്കെ, മനസ്സിൽ നിന്നോളൂ. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സ്പീഡിൽ പറയാന്നുള്ളൂ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. കൂടെ പറഞ്ഞു പഠിക്കുക. വേണല്ലോ, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. കൂടെ പഠിച്ചു പോവാം. ഇനി ഓർമ്മയായിട്ട് എ എന്തുവാ? എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യ. എന്തോ എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യ. ഇവിടെ എക്സ് സ്ക്വയർ എത്ര എക്സ് സ്ക്വയർ ഉണ്ട്? ഒന്നുമില്ല, 0 ആണ് പറയുന്നത്. എത്ര എക്സ് സ്ക്വയർ? അവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ എക്സ് സ്ക്വയർ ഇടപ്പുണ്ടല്ലോ, അതായത് ഒരു എക്സ് സ്ക്വയർ ആണ് പറഞ്ഞല്ലോ, ഒരു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എ എത്ര? 1 കേട്ടല്ലോ, എ 1. അപ്പൊ എക്സ് സ്ക്വയർ എത്രയാണോ ഉള്ളത് അതാണ് എ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ കൂടെ വേറെ സംഖ്യകളൊന്നും ഇല്ല പറഞ്ഞല്ലോ, അതായത് ഒരു എക്സ് സ്ക്വയർ ആണ് കേട്ടല്ലോ, ഒരു എക്സ് സ്ക്വയർ. അപ്പൊ എ എത്ര? 1. ഇനി ബിയോ? ബി എന്താ? ബി എന്ന് പറയുമ്പോൾ എക്സിന്റെ കൂടെയുള്ള സംഖ്യ. ഇവിടെ എത്രയുണ്ട്? എക്സിന്റെ കൂടെ -6 ചിഹ്നം അടക്കം എടുക്കണേ, -6. അടുത്തത് സി. സി എന്ന് പറയുമ്പോൾ എക്സ് ഒന്നും ഇല്ലാത്ത ടൈം. എത്ര? ഇവിടെ എത്ര ഉണ്ട്? 1 അല്ലേ? 1 താഴെ ഇവിടെ പറ. എ എന്ന് പറയുമ്പം എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ എത്ര എക്സ് സ്ക്വയർ ആണുള്ളത് അത്. ഇവിടെ എത്ര? ഒരു എക്സ് സ്ക്വയർ. ബിയോ? എത്ര എക്സ് ഉണ്ടോ അതിന്റെ എണ്ണം അല്ലോ, എക്സിന്റെ കൂടെയുള്ള സംഖ്യ -6 ഇവിടെ. സി എന്ന് പറയുമ്പം എക്സ് ഒന്നും ഇല്ലാത്ത ടൈം 1 ഏതായാലോ. ഇനി നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം. മൈനസ് ഇക്വേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ആദ്യം അവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് ബി എത്ര? -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. ബിയുടെ വാല്യൂ കൊടുക്കുക -6, ബാക്കി വാല്യൂ കൊടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. മൈനസ് 4ac, 4 ഇൻറ്റു എ എത്ര? 1 ഇൻറ്റു 1 ബൈ 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1. ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുഴപ്പമില്ല, എന്നിരുന്നാലും ഞാൻ പറയാണ്. അതായത് ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, അതായത് ഈ ബിയുടെ ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ബിയുടെ സ്ഥാനം ഈ ഒരു സ്ഥാനം ഇവിടെയും ഈ സിയുടെ ഈ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യുക? അവിടെ ചിഹ്നം നിങ്ങൾ നോക്കി കൊടുക്കുക പറഞ്ഞല്ലോ. അതായത് ഞാൻ പറയാനുള്ള കാരണം, ഇവിടെ സിയുടെ വാല്യൂ ഇപ്പം മൈനസ് ആയിരുന്നു വിചാരിക്കാം, സിയുടെ വാല്യൂ മൈനസ് ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ തരും അവിടെ ഈ മൈനസ് വരും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. ക്ലിയർ ആയോ? അതായത് സിക്കും അവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താടാ ഈ മൈനസ് എന്താവും? പ്ലസ് ആയി മാറും പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അഥവാ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആൻസർ തെറ്റും പറഞ്ഞിട്ടല്ലോ, ആൻസർ തെറ്റും. ഓർമ്മിച്ചോണം കേട്ടല്ലോ. അതേപോലെ ഈ ബിയുടെ സ്ഥാനത്ത് ഈ ബിയുടെ സ്ഥാനത്ത് ആ 2 പോയിന്റിൽ എന്ത് ചെയ്യുക? 2 സ്ഥലത്തും മൈനസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൊടുത്തു പോവാം. ഓക്കെ, ഇവിടെ കണ്ട 2 മൈനസ് ഉണ്ടേ, 2 മൈനസ് ഉണ്ട്. ഓക്കെ, ഓർമ്മിച്ചോണം. അല്ലെങ്കിൽ മൈനസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റും. ഓക്കെ, ഇനി ഈക്വൽ ടു ഈ മൈനസ് എന്താ? പ്ലസ് ആവും. 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് -6ന്റെ സ്ക്വയർ 36 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 4 ബൈ 2 സമം 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 32. കുറച്ചും എഴുതുക ബൈ 2. ഓക്കെ, ഇനി 32 ഒന്ന് ഘടകക്രിയ ചെയ്യാം. 32 16 പ്രാവശ്യം 8 4 2 2 ആണല്ലോ. ഇവിടുന്ന് 2 എടുക്കാമല്ലോ.
2 എടുക്കാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം 2 എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 2 എടുക്കാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം 2 എടുക്കാം. എത്രയാവും? 2 × 2 4 ആവുന്നല്ലോ. 4 മിച്ചമുള്ള 2 എന്ത് ചെയ്യുക അവിടെ റൂട്ട് 2 കൊടുക്കുക. അപ്പോ 6 + ഞാനൊന്ന് മാറ്റി നേടാം. ഓക്കെ, മാറ്റിയാണേ എഴുതിയെടുത്തോണേ, അഥവാ എഴുതിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ട് എഴുതത്തോണേ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 6 ± റൂട്ട് 32 പകരം എന്ത് ചെയ്യാ അവിടെ 4 റൂട്ട് 2 എന്ന് കൊടുക്കാം. എങ്ങനെ കിട്ടിയെന്ന് പിടിയിട്ടോ? റൂട്ട് 32 ഘടകക്രിയ ചെയ്യപ്പോ എന്ത് ചെയ്യാ ഇതേപോലെ കിട്ടിയല്ലോ. അവിടുന്ന് ഈ 2 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യാ ഒരു 2 എടുത്ത്, ഇവിടെ നിന്ന് എന്ത് ചെയ്യാ ഒരു 2 എടുത്ത് ഇല്ലേ. അപ്പൊ 2 × 2 എന്തായി 4 ആയി. മിച്ചമുള്ള 2 എന്ത് ചെയ്യാ ആ റൂട്ട് ഇട്ടിട്ടും കൊടുക്കുക. ഓക്കെ, ഇനി ഈ 2 കൊണ്ട് എന്ത് ചെയ്യാം ഇവിടെ 2നെ ഭാഗിക്കാം. 6 × 2 3 ± 4 × 2 എത്ര 2. 2 കൊണ്ട് 2 ടൈമിൽ എന്ത് ചെയ്യാം ഭാഗം എഴുതുക. ഓക്കെ, 3 ± 2 റൂട്ട് 2. ഇതിൽ ഉള്ള എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം 3 + 2 റൂട്ട് 2 അല്ലെങ്കിൽ 3 - 2 റൂട്ട് 2. ഇതിൽ ഏത് വേണം ആൻസർ ആയിട്ട് വരാം. ഇവിടെ നമുക്ക് ഉള്ളത് ഏതാ നാടകം. ഓക്കെ, 3 + 2 റൂട്ട് 2. ക്ലിയർ ആയോ? ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു പോവാ. പറഞ്ഞല്ലോ ഇതിനുള്ള പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചിലപ്പോ കയറി ചോദിക്കാം. പറഞ്ഞിട്ടല്ലോ SCT ഇത്രയും ഡീപ്പായിട്ട് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങോട്ടും ചോദിക്കാം. അവിടെ കൃത്യമായിട്ട് പഠിച്ചു പോവാം. അടുത്ത ചോദ്യത്തിൽ പോവാം. അടുത്ത വീണ്ടും SCT ആണ്, 10ാം ക്ലാസ് ആണ്. ഓക്കെ, 10ാം ക്ലാസ് 9ാം ക്ലാസ് അരിച്ചു പറക്കിയിട്ടിരിക്കുകയാണ് കേട്ടല്ലോ. ഓക്കെ, ചിത്രത്തില് സി വൃത്തകേന്ദ്രം കോൺ ABD 30 ഡിഗ്രി ആയാൽ കോൺ ACD എത്രയാണ്? ഈ ഒരു മോഡലിൽ ചോദ്യം നമ്മൾ മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ആണല്ലോ. അത് ക്ലോക്കിലെ എന്താ സൂചികൾ ചേർത്ത് വരച്ചുകൊണ്ട് ത്രികോണം ഉണ്ടാക്കുന്നത്, എത്ര സമഭുജ ത്രികോണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് PSCയിലും ചോദിച്ചുകൊണ്ട് ഓക്കെ ആ മോഡൽ ചോദ്യം നമ്മുടെ ചാനലിലും ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് SCT പോയിന്റ് ആണ്. അതായത് വൃത്ത കേന്ദ്രത്തിലെ കോണിന്റെ പകുതിയായിരിക്കും. അതായത് ഇപ്പൊ ഒരു വൃത്തം വരയ്ക്കണം വിചാരിക്കും. ഓക്കെ, വൃത്തകേന്ദ്രം ഈ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിന്റെ പകുതി ഇവിടെ ഇപ്പൊ അടിക്കുന്ന വിചാരിക്കാം. അതിന്റെ പകുതിയായിരിക്കും എവിടെ ഈ ബാക്കി ഭാഗത്ത് ഈ മറിചാപം എന്ന് പറയും കേട്ടല്ലോ. മറിചാപം ഓക്കെ, അല്ലെങ്കിൽ വൃത്തത്തിന്റെ മറുഭാഗത്ത് ഉണ്ടാകുന്ന കോൺ 40 ഡിഗ്രി. എന്തോടാ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ പകുതിയായിരിക്കും എന്തോ ഈ ബാക്കി ഭാഗത്ത് വരുന്ന കോണ്, അതായത് മറിചാപത്തിൽ കേട്ടല്ലോ. അവിടെ എവിടെ ഉണ്ടാക്കിയാലും എന്തായിരിക്കും അതിന്റെ പകുതിയായിരിക്കും. ഓക്കെ, തിരിച്ചു പറഞ്ഞാലോ ആ വൃത്തഭാഗത്ത് വരുന്ന ആ ഒരു കോണിന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വൃത്ത കേന്ദ്രത്തിൽ വരുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് കോൺ ABD എത്ര ഉണ്ട്? ഇതാ ഇവിടെ 30 ഡിഗ്രി ഉണ്ട് ഇല്ലേ. അങ്ങനെ എത്ര ആയിരിക്കും ഇവിടെ ഇരട്ടി 60. റെഡിയോ? ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെയാണ് വൃത്ത കേന്ദ്രത്തിൽ ഒരു ഞാണ് അല്ലെങ്കിൽ ചാപം വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ പകുതിയായിരിക്കും മറിചാപത്തിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഒരു ഞാണ് അല്ലെങ്കിൽ ചാപം. ഞാണെന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റ് AD ചേർത്ത് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുന്നത് പറഞ്ഞല്ലോ ചാപം. ഓക്കെ, ചാപല്ല ഞാണ് പറഞ്ഞല്ലോ AD. ചാപം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതാണ് ചാപം എന്ന് പറഞ്ഞത്, ഈ വളഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ഞാണ് അല്ലെങ്കിൽ ചാപം വൃത്ത കേന്ദ്രമായി ഉണ്ടാകുന്ന കൊണ്ട് പകുതിയായിരിക്കും മറിചാപത്തില്. ആ ഒരു പോയിന്റ് കിട്ടിയാൽ കിട്ടും. ഈ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് ചോദിച്ചോണേ. അടുത്ത് ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രമാണ് എത്രയാണ്? ഓക്കെ, ഒന്നിടവിട്ട 2 സംഖ്യകൾ. ഓക്കെ, വളരെ എളുപ്പമുണ്ടാവും. ഇപ്പൊ ക്ലോക്കില് ഇപ്പൊ 12 1 2 എന്ന് വിചാരിക്കാം. ഒന്നിടവിട്ട 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഈ 12ഉം ഈ 2ഉം ആണെന്ന് വിചാരിക്കാം. 12 2ഉം ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര എന്നാണ് ഈ സംഖ്യകൾ. നമുക്കറിയാം ഓരോ 5 മിനിറ്റും എത്ര 30 ഡിഗ്രി ആണ് ഇല്ലേ. 30 ഡിഗ്രി ആണല്ലോ 30 ഡിഗ്രി. അപ്പൊ 30 എത്ര 60. നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ പുതിയ ആൾക്കാരാണെങ്കിൽ ഓർമ്മിച്ചോണം ഓരോ 1 മിനിറ്റ് എത്ര 6 ഡിഗ്രി ആണ്. ഓരോ 5 മിനിറ്റും അപ്പോ എത്ര 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി
കേട്ടല്ലോ. പഠിച്ചു വെച്ച് പുതുക്കാർക്ക് ഇപ്പൊ പഠിച്ചു വെച്ച് ചെയ്യാം. ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രി വെച്ചാണ്. ഓക്കെ, അപ്പൊ 12 തൊട്ട് 1 വരെ എത്ര 5 മിനിറ്റ് ഉണ്ട്. 1 തൊട്ട് 2 വരെ 5 മിനിറ്റ്, മൊത്തം 10 മിനിറ്റ്. 10 മിനിറ്റ് ആകുമ്പോൾ 1 മിനിറ്റ് 6 ഡിഗ്രി, 10 മിനിറ്റ് ആകുമ്പോൾ 60 ഡിഗ്രി. കേട്ടല്ലോ. അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച് 30 എത്ര 60. ഓക്കെ, എങ്ങനെയാണോ ചെയ്യാം, എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായ ഒരു സംഖ്യ എത്രയാണ്? അതിന് ചോദിച്ചു കണ്ടിട്ടില്ലേ മോഡല്? 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായ ഒരു സംഖ്യ. അത് ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകൾ നമ്മൾ എഴുതാൻ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഒരു സമാന്തര ശ്രേണിയായിരിക്കും ഉണ്ടാക്കുന്നത്. അതിന്റെ പൊതുവ്യത്യാസം വിളിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 5, 10 എന്നീ സംഖ്യകളോട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ നോക്കാം. അതിന് വേണ്ടി 5, 10 ആ സംഖ്യകളുടെ എന്ന് വിളിക്കുക ലസാഗു, LCM കണ്ടുപിടിക്കാം. 5 വെച്ച് ഒരു പ്രാവശ്യം, 10 2 പ്രാവശ്യം. ഇനി പോകില്ലല്ലോ, എല്ലാം കൂടെ എന്ത് ചെയ്യാം? എത്ര കിട്ടും? LCM 5 × 2 എത്ര? 10 കിട്ടും. ഇതാണ് LCM എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി 5, 10 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരെ സംഖ്യ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? LCMനോടൊപ്പം 3 കൂട്ടുക, പറഞ്ഞല്ലോ. അതായത് 10 + 3 എത്രയായിരിക്കും? 23. സോറി. ഓക്കെ, 10 + 3 13. ഓക്കെ, ക്ഷമിക്കണം, 13 കിട്ടുമല്ലോ. അപ്പോ 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന ആദ്യ സംഖ്യയാണ് എത്ര? 13. ഓക്കെ, 13. അങ്ങനെയാണെങ്കിൽ അടുത്തെന്തായിരിക്കും ഇവിടെ? തൊട്ട് അടുത്ത് വരുന്ന സംഖ്യ എന്തായിരിക്കും? ഈ LCM ഇവിടെ 10 അല്ലേ? ഓക്കെ, 10 വെച്ച് എന്ത് ചെയ്യുക? കൂട്ടി പോവാ. അതായത് അടുത്ത വരും 23 വരും, ആണല്ലോ. അടുത്തോ 33 വരും. ഓക്കെ, 43 വരും. ഇങ്ങനെ എന്ത് ചെയ്യും? പോവും. അത് LCM വെച്ച് എന്ത് ചെയ്യുക? കൂട്ടി അങ്ങ് എഴുതിയാൽ മതി, ഇല്ലേ? ആണല്ലോ. അപ്പൊ ആദ്യ സംഖ്യ 13 ആണ്. തൊട്ടടുത്ത് എത്രയായിരിക്കും? 23, 33 അങ്ങനെ പോവും, ആണല്ലോടാ. ഓക്കെ, അതായത് 5, 10 എന്നീ സംഖ്യകളോട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 ആണ് വരേണ്ടത്, നല്ലോ. ഇവിടെ LCM എത്ര കിട്ടി? 10 കിട്ടി, നല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? 10ന്റെ ഗുണിതത്തോട് 3 കൂട്ടി അങ്ങ് എഴുതിയാൽ മതി, ആണല്ലോ. ഓക്കെ, അപ്പൊ അതായത് LCM കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര തന്നെയായിരിക്കും? നിങ്ങൾ തന്നെ പറ. എത്ര? 10 അല്ലേ? അതായത് നമ്മുടെ LCM തന്നെയായിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. LCM എത്രയാണോ അത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എന്താ LCM എത്രയാണോ അത് നോക്കി എഴുതിയാൽ മതി, പറഞ്ഞല്ലോ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് കിട്ടണമെന്നില്ല ഈ ഒരു ടൈപ്പ്, പറഞ്ഞിട്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ 3 കിടപ്പുണ്ട്. ചിലർക്ക് എന്ത് ചെയ്യും? ആ 3 പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക, പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ സംഖ്യ 13, അടുത്തെന്താ? LCM വരെയും കൂടി പോകുന്നത്, പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോ അപ്പൊ ഈ ഒരു മോഡലിന് മതി LCM കണ്ടുപിടിക്കാം ഡയറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ലാസ്റ്റ് നോണു. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യയുടെ തുക. തുക കണ്ടുപിടിക്കൽ ഇക്വേഷൻ അറിയാലോ. എന്താ തുക? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആദ്യ പദം പ്ലസ് അവസാന പദം, അല്ലേ? അവസാന പദം ഓർമ്മയുണ്ടോ? തുക കാണാനായിട്ട്, സമാന്തര ശ്രേണിയുടെ തുക കാണാനായിട്ട് എന്ത് ചെയ്യുക? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, ആണല്ലോ. പക്ഷെ ഇവിടെ n ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, n കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? n കാണാൻ വേണ്ടിയിട്ട് n = അവസാന പദം, കേട്ടല്ലോ. അത് ഞാൻ x നേരത്തെ അല്ലെങ്കിൽ എഴുതിക്കണം അവസാന പദം, കേട്ടല്ലോ. അവസാന പദം, കേട്ടല്ലോ. അവസാന പദം മൈനസ് ആദ്യ പദം, എന്തോ ആദ്യ പദം ബൈ d എന്തോ പൊതുവ്യത്യാസം. ഓക്കെ, +1. n എന്തോടാ? xn മൈനസ് x1/d +1, അല്ലെങ്കിൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ d +1. ഓക്കെ, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം d +1 കൊടുക്കാം. അവസാന പദം 25 മൈനസ് ആദ്യ പദം 5.
ബൈ ഡി. പൊതുവ്യത്യാസോ ഒറ്റ എണ്ണൽ സംഖ്യ, അതായത് ഒറ്റ സംഖ്യകളാണ്. ഡി എത്രയും 2 ഇല്ലേ? ഒറ്റ സംഖ്യകളാണ്. അങ്ങനെ പോകുന്നത് 1, 3, 5, 7, 9 അങ്ങനെയല്ലേ പോകുന്നത് അല്ലേ? അപ്പോ പൊതുവ്യത്യാസം എത്രയും 2 ആയിരിക്കും. പ്ലസ് 1 25 - 5 20 2 പ്ലസ് 1 അതായത് 10 + 1 എത്ര 11. ഓക്കെ, ക്ലിയറാണോ? അപ്പോ n എത്ര ചോദിച്ചു, എത്ര 11. ഓക്കെ, ഇനി തുക കണ്ടുപിടിക്കാം. 11/2. ആദ്യ പദം എത്ര 5, അവസാന പദം 25. കൂട്ടുക 5 + 25 30. ഓക്കെ, 2ഉം 30ഉം വെട്ടി 15 പ്രാവശ്യം. 15 × 15 എത്ര 165 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ആദ്യം n കണ്ടുപിടിക്കുക. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം ഡി പ്ലസ് 1 കിട്ടുമല്ലോ. തുക കണ്ടുപിടിക്കുക. തുക സമയം എന്താ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം, ആദ്യ പദം പ്ലസ് അവസാന പദം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1 മുതൽ തുടർച്ചയായിട്ടുള്ള n ഒറ്റ സംഖ്യയുടെ തുക. ഇക്വേഷൻ എന്താ ഓർമ്മയുണ്ടോ? 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യയുടെ തുക n². ഓർമ്മയുണ്ടോ? n² പഠിച്ചു കാണും അല്ലോ ചിലപ്പോ. 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക n². ഓക്കെ, അപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഇവിടെ 25 വരെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ n 25 അല്ല. ചാടിക്കറി 25 വിചാരിക്കരുത്, പറഞ്ഞല്ലോ n 25 അല്ല. 25 എന്ന ഒറ്റ സംഖ്യ എത്രാമത്തെയാണെന്ന് നോക്കുക. 13ാമത്തെ ഒറ്റ സംഖ്യ കേട്ടല്ലോ. 13ാമത്തെ ഒറ്റ സംഖ്യയാണ് 25. അത് കാണാനായിട്ടെ 1 കൂട്ടിയിട്ട് പാതി എടുത്താ കേട്ടോ. n കാണാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി, ഒറ്റ സംഖ്യ വരുമ്പോൾ n കാണാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി, 1 കൂട്ടിയിട്ട് പാതി എടുത്താൽ മതി. കിട്ടും, 1 കൂട്ടിയിട്ട് പാതി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 25 എത്രാമത്തെ ഒറ്റ സംഖ്യ ചോദിച്ചാൽ എത്രാമത്തെയും 13ാമത്തെ ആണല്ലോ. അപ്പൊ 25 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുമ്പം എന്ത് ചെയ്യാൻ മതി, 13ന്റെ സ്ക്വയർ 169 ആണ്. 25 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക 13ന്റെ സ്ക്വയർ 169. പക്ഷേ നമുക്ക് എന്താ 5 മുതലാണ് ഉള്ളത് ഇല്ലേ? 5 മുതലാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ ഇല്ല, ഏതൊക്കെ ഒറ്റ സംഖ്യ ഇല്ല? 1 ഇല്ല, 3 ഇല്ല. ആണോ? 1, 3 ഈ 2 ഒറ്റ സംഖ്യകളില്ല, അവിടെ ഇല്ല ആണല്ലോ. അപ്പൊ ഈ 169 ആ 1, 3 എന്ത് ചെയ്യുക, കുറയ്ക്കാം. 1, 3 4 അല്ലേ? 169 - 4 എത്ര 165. ഇങ്ങനെയും ചെയ്യാം. എന്തോ ഓക്കെ. അപ്പൊ ആദ്യം 25 എത്രാമത്തെ ഒറ്റ സംഖ്യ എന്ന് കണ്ടുപിടിച്ചു, 1 കൂട്ടി പാതി എടുത്തു. ഓക്കെ, ഇനി അപ്പൊ അവിടെ n 13 ആണല്ലോ. അപ്പൊ 25 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ 13ന്റെ സ്ക്വയർ അല്ല, 25ന്റെ സ്ക്വയർ അല്ല, ഓർമ്മിച്ചോണം. 13ന്റെ സ്ക്വയർ 169. ഓക്കെ, ഇനി അവിടെ 5 മുതലാണ് ചോദിച്ചുള്ളത് അല്ലോ. 1 മുതൽ 5 മുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യത്തെ 2 1, 3 വേണ്ട, 5 തൊട്ടല്ലേ 1, 3 വേണ്ട. ഓക്കെ, അപ്പൊ 169 എന്ത് ചെയ്യുക, 1, 3 എന്ത് ചെയ്യാം, കുറയ്ക്കാം. അങ്ങനെ ചെയ്താലും കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്റെ കമന്റ് ബോക്സിൽ ഇട്ടയക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുത്തേക്കുക. ഓക്കെ, താങ്ക് യു.